ഹലോ ഗൈസ്, എന്തെങ്കിലും ശേഷം സുഖമായിരിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഓസ്ട്രേലിയ വിസിറ്റിംഗ് വിസ ടു വർക്ക് വിസ. ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർ കാണുമ്പോൾ തന്നെ പറയും ഇതൊക്കെ തമ്മിൽ കണ്ടിട്ട് പലരും കമന്റ് അടിക്കാൻ വരുന്നുണ്ടാവും. ഇത് ഇല്ലാത്തതാണ് ഉള്ളതാണ്, വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓസ്ട്രേലിയയിലെത്തിയ ഒരു ഇൻഫ്ലുവൻസർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓസ്ട്രേലിയക്ക് വിസിറ്റിംഗ് വിസയിൽ വന്ന് വർക്ക് വിസ നേടാം എന്നുള്ള ഈ വീഡിയോ. ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ പലരും നമുക്ക് ഷെയർ ചെയ്യും, ഇല്ലെങ്കിൽ അത് കുറച്ച് ചർച്ചാ വിഷയം ട്രെൻഡിങ്ങിലേക്ക് വന്നൊരു വീഡിയോ ആണ്. കാരണം പലരും അതിനെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു. സോ ആ വീഡിയോക്കകത്ത് അവർ കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തു. ഈ ഒരു വീഡിയോ സ്കീം ഒരു റീലൊന്നും പറയാൻ പറ്റിയ സ്കീമിൽ, ഒരു മിനിറ്റിനകത്ത് പറഞ്ഞു ഒതുക്കാൻ പറ്റിയ സ്കീമല്ല. ഇത് പ്രൊട്ടക്ഷൻ വിസ, ബ്രിഡ്ജിംഗ് വിസ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിസ സ്കീമാണ്. സോ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ അത് താഴത്ത് കമന്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഒരു 200 മേലെ കമന്റുകൾ നമുക്ക് ഈ വീഡിയോ കുറിച്ച് അറിയാനായിട്ട്. സോ അപ്പോൾ അതൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം. ആദ്യമായിട്ടൊക്കെ ചാനൽ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വന്ന കമന്റ് തൊട്ട് തന്നെ തുടങ്ങാം. ഈ വീഡിയോയ്ക്ക് വന്ന കമന്റ് 200 മേലെ കമന്റുകളാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമായിട്ട് വന്നത്. ഇത് എനിക്ക് രണ്ട് രീതിയിലുള്ള എൻ്റെ മൈൻഡിൽ ചിന്ത വന്നു. ഒന്ന്, വലിയൊരു ആശങ്ക എനിക്ക് തോന്നി. കാരണം ഈ 200 മേലുള്ള ആൾക്കാർക്കും ഞാൻ അതിന് വീഡിയോക്കകത്ത് മെൻഷൻ ചെയ്തൊരു കാര്യമാണ് പ്രൊട്ടക്ഷൻ വിസ, ബ്രിഡ്ജിംഗ് വിസ, അസൈലം വിസ എന്നുള്ള എല്ലാം. സോ അതെല്ലാം മനസ്സിലായിട്ടും പലരും അതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മുടെ നാട്ടിലെ ജനം, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് നമ്മുടെ നാട് എത്രത്തോളം വെറുത്തോ എന്നുള്ളൊരു മനസ്സിലൊരു ചോദ്യം എനിക്ക് വന്നു. അതിനുശേഷം എനിക്കൊരു ചോദ്യം വന്നത് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ട്രെൻഡിലേക്ക് വന്ന വീഡിയോ, അതിൻ്റെ താഴത്ത് തന്നെ പല കമന്റുകളും ഈ ഒരു വിസ സ്കീമിനെ കുറിച്ച് എതിർത്ത്, ഇല്ലെങ്കിൽ പലരും ഇങ്ങനെയുള്ള സ്കീമുകൾ ഇല്ലാന്നും ഈ ഒരു സ്കീം നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു താല്പര്യമായിരിക്കാം, ഇല്ലെങ്കിൽ ആ ഒരു സ്കീം ഇല്ല എന്ന് തന്നെയാണ് അവരും ഈ പറഞ്ഞ എസ് എന്ന് കമന്റ് ചെയ്ത ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ സത്യമായിട്ടുള്ളൊരു വശം, ഇല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ളൊരു വശം അറിയണം എന്നുള്ളത് കൊണ്ടായിരിക്കാം കമന്റ് ചെയ്തിരിക്കുന്നത് വിചാരിക്കുന്നത്. ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ അസൈലം വിസ, പ്രൊട്ടക്ഷൻ വിസ, ബ്രിഡ്ജിംഗ് വിസ എന്താണെന്ന് അറിയുമോ ഇല്ലയോ എന്നുള്ളതാണ് എനിക്ക് ആദ്യത്തെ ചോദ്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും കമന്റുകൾ വന്നിരിക്കുന്നത് അറിയാത്തത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ പ്രൊട്ടക്ഷൻ വിസ, അസൈലം വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ മാത്രമല്ല, UK, കാനഡ, US, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ്, യൂറോപ്യൻ രാജ്യങ്ങൾ, പല രാജ്യങ്ങളിലും പ്രൊട്ടക്ഷൻ വിസ, അസൈലം വിസ ഇല്ലെങ്കിൽ ഇതേപോലത്തെ വിസകൾ കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭയാർത്ഥി വിസ എന്നും കൂടി വേണമെങ്കിൽ പറയാം. ഈ ഒരു അഭയാർത്ഥി വിസയ്ക്ക് ഈ അടുത്തിടെ കുറച്ച് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. കാരണം നമ്മുടെ UK പലരും സ്റ്റുഡൻസിന് അഭയാർത്ഥി വിസ ഓഫർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല US കാനഡയിലും എല്ലാം അഭയാർത്ഥി വിസകൾ ഓഫർ ചെയ്യുന്നതായിട്ട് കണ്ടു. മലയാളികൾ തന്നെയാണ് ഇതിന്റെ പുറകിലെല്ലാം. അപ്പൊ അത് മാത്രമല്ല, ഇതിപ്പോ ഈ ഒരു വീഡിയോ ട്രെൻഡിലേക്ക് വന്നപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഈ വിസ സ്കീം എന്താണെന്ന് പോലും അറിയാതെ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ഈ വിസ സ്കീം, പോസിബിൾ ആണോ എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യം നിങ്ങൾക്ക് അത്രയും ജീവിത അല്ലെങ്കിൽ വാസയോഗ്യമല്ല എന്ന് നിങ്ങൾ മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഒരു പെറ്റീഷൻ കൊടുത്ത്, ഒരു കംപ്ലൈന്റ് കൊടുത്ത്, അല്ലെങ്കിൽ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തിട്ട് നമ്മൾ തെളിയിക്കണം നമ്മുടെ രാജ്യം വാസയോഗ്യമല്ല എന്നുള്ളത്. അവിടെയാണ് ഈ ഒരു വിസ നിങ്ങൾ കിട്ടാനുള്ള സാധ്യതയും കിട്ടാതിരിക്കാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നത്. കൂടുതലും ഇന്ത്യക്കാർക്ക് ഈ ഒരു വിസ കിട്ടാറില്ല, വളരെ ചാൻസ് കുറവാണ്. UK കാനഡയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ ഒരു വിസ കൊടുക്കുന്നത് വളരെ കുറവാണ്. ഈ പ്രൊട്ടക്ഷൻ, അസൈലം വിസകൾ കൊടുക്കുന്നതെല്ലാം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് പ്രൊട്ടക്ഷൻ വിസ, എന്താണ് ബ്രിഡ്ജിംഗ് വിസ. അതായത് ഈ ഒരു വിസ സ്കീം രണ്ട് രീതിയിൽ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ വീഡിയോക്കകത്തൊന്നും പറയുന്നില്ലെങ്കിൽ കൂടി കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊട്ടക്ഷൻ വിസയും ബ്രിഡ്ജിംഗ് വിസയും, ഈ രണ്ട് വിസ സ്കീമാണ് നിങ്ങൾക്കും ഏജൻസികൾ ഓഫർ ചെയ്യുന്നത്. എന്താണ് ഈ പ്രൊട്ടക്ഷൻ വിസ? ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഒരു അഭയാർത്ഥി വിസയാണ് പ്രൊട്ടക്ഷൻ വിസ. ഈ അഭയാർത്ഥി വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മിനിമം വെയിറ്റിംഗ് ടൈം അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് 36 മാസമാണ്. ഈ 36 മാസത്തിനകത്ത് നിങ്ങൾക്ക് അവിടെ ചെലവഴിക്കാൻ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ വേണ്ടി ലീഗലായിട്ട് കിട്ടുന്ന ഒരു വിസ സ്കീമാണ് ബ്രിഡ്ജിംഗ് വിസ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിംഗ് വിസ എന്താണെന്ന് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. നമ്മളൊരു അപ്ലിക്കേഷൻ ഇട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് നമുക്ക് തരുന്ന ഒരു സമയം, ആ സമയത്തിലുള്ള വിസ എന്നുള്ളതാണ് ബ്രിഡ്ജിംഗ് വിസ. ഇതിനകത്ത് കാറ്റഗറി A, കാറ്റഗറി B, കാറ്റഗറി C ഇങ്ങനെയുള്ള കുറച്ച് കാറ്റഗറി ഉണ്ട്. നമ്മളെല്ലാം ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. ചില കാറ്റഗറിക്കകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ചില കാറ്റഗറിക്കകത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട്
അസൈലം വിസ എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ആണ് നിങ്ങൾ ഇനി മുന്നോട്ട് കാണാൻ പോകുന്നത്. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. കാരണം അസൈലം വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾക്ക് ഉപദ്രവവും ദോഷവും നിങ്ങളെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ മറ്റൊരു രാജ്യത്ത് പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുന്നതാണ്. കംപ്ലൈന്റ് കൊടുക്കും, നിങ്ങൾ രാജ്യത്തെ നിങ്ങൾ തള്ളി പറയുന്നു, കുറ്റപ്പെടുത്തി പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് ഈ അസൈലം വിസ നിങ്ങൾക്ക് ഗ്രാൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അവിടെയും ട്വിസ്റ്റുകളുണ്ട്. സോ ട്വിസ്റ്റുകളിലേക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പിലാണ്. കാരണം ഒരുപാട് ഡാറ്റകളാണ് സംസാരിക്കുന്നത്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ആവട്ടെ, UK ആവട്ടെ, കാനഡ ആവട്ടെ, ഏത് യൂറോപ്യൻ രാജ്യങ്ങളാവട്ടെ, ഇവിടെ ആൾക്കാർ എൻട്രി ചെയ്യുന്നതും പുറത്തു പോകുന്നതിനും എല്ലാത്തിനും ഒരു കണക്കുകളുണ്ട്. എത്ര പേര് വിസയ്ക്ക് മാറുന്നു, അത് ഏതൊക്കെ വിസയിലേക്ക് മാറുന്നു, എവിടെയൊക്കെ താമസിക്കുന്നു, എന്തൊക്കെ ജോലി ചെയ്യുന്നു, എല്ലാത്തിനും ഒരു കണക്ക് ഗവൺമെന്റ് കീപ്പ് ചെയ്യാറുണ്ട്. സോ ഇന്ന് അങ്ങനെ കുറച്ച് ഡാറ്റകളാണ് നിങ്ങൾ മുന്നിലോട്ട് സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യക്കാർക്ക് എത്ര പേർക്ക് അസൈലം വിസ ഇല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ വിസ കിട്ടി, എത്ര പേര് ബ്രിഡ്ജിംഗ് വിസ അപ്ലൈ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഗൈസ് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് പോകാം. ഞാൻ ഫസ്റ്റ് തന്നെ സെർച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ക്ലാസ് 866 പ്രൊട്ടക്ഷൻ വിസ. ഇതിനകത്ത് കുറെ കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വിസിറ്റിംഗ് വിസയിൽ ചെന്ന്, അതായത് ലീഗൽ എൻട്രി നടത്തിയിട്ട് ഓസ്ട്രേലിയ എത്തിയിട്ട് ബ്രിഡ്ജിംഗ് വിസയിലേക്ക് മാറുന്നതും പ്രൊട്ടക്ഷൻ വിസയിലേക്ക് മാറുന്നതും എല്ലാം ഡിഫറെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ പ്രൊട്ടക്ഷൻ വിസ എന്താണെന്ന്. ഫസ്റ്റ് നിങ്ങളൊരു പ്രൊട്ടക്ഷൻ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ബ്രിഡ്ജിംഗ് വിസ. എന്നാൽ നിങ്ങൾക്ക് ബ്രിഡ്ജിംഗ് വിസ പ്രൊട്ടക്ഷൻ വിസ അപ്ലൈ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൊരു ചോദ്യത്തിന് അല്ല. ബ്രിഡ്ജിംഗ് വിസ നിങ്ങൾക്ക് പല കാര്യത്തിന് കിട്ടും. നിങ്ങളിപ്പോൾ ഒരു ടൂറിസ്റ്റ് ആയിട്ട് ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു സ്റ്റഡീസ് ഒരു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം. അതിന് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും കാര്യങ്ങളും എടുക്കുന്ന ഒരു സമയം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രിഡ്ജിംഗ് വിസ അപ്ലൈ ചെയ്യാം. അതുപോലെ ഒരു എംപ്ലോയറിനെ കണ്ടുപിടിച്ചിട്ട് എംപ്ലോയർ നിങ്ങൾക്ക് ജോബ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. സോ അതിന് നിങ്ങൾക്ക് ജോബ് തരാവുന്ന കോൺട്രാക്ട് കിട്ടി അതിന് അപ്ലൈ ചെയ്യാൻ എടുക്കുന്ന സമയം, ആ സമയത്തിന് നമുക്ക് ബ്രിഡ്ജിംഗ് വിസ നമുക്ക് ലഭിക്കും. അതായത് ഇടക്കാല വിസ, ടെമ്പററി വിസ എന്ന് വേണമെങ്കിൽ പറയാം ബ്രിഡ്ജിംഗ് വിസയെ. പ്രൊട്ടക്ഷൻ വിസയും ഏകദേശം സമാനമായിട്ടുള്ള ഒരു ടെമ്പററി വിസയാണ്. ഓക്കെ, ബ്രിഡ്ജിംഗ് വിസ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പ്രൊട്ടക്ഷൻ വിസ അപ്ലൈ മാത്രമല്ല പല വിസകൾക്കും ബ്രിഡ്ജിംഗ് വിസ ലഭിക്കും. പക്ഷേ നമ്മൾ കൂടുതലും മലയാളികൾ പറയുന്നത് പ്രൊട്ടക്ഷൻ വിസ അപ്ലൈ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഈ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കാൻ കാരണം തന്നെ പ്രൊട്ടക്ഷൻ വിസയുടെ കേസിലാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ വിസ അപ്ലൈ ചെയ്ത് കിട്ടുന്ന സമയത്തിന്റെ ഗ്യാപ്പ് ബ്രിഡ്ജിംഗ് വിസ കിട്ടും. ഈ പ്രൊട്ടക്ഷൻ വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാറ്റഗറി ഉണ്ട്. അത് ലീഗലായിട്ട് എൻട്രി ചെയ്യുന്ന കാറ്റഗറിയാണ് സബ് ക്ലാസ് 866 ഈ കാണുന്ന കാറ്റഗറി. അതിനകത്ത് ജനുവരി 31, 2024 കണക്ക് പ്രകാരം ഏകദേശം ഇവിടെ കാണാം ഇന്ത്യയിൽ നിന്ന് 2866 പേര് പ്രൊട്ടക്ഷൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് അസൈലം വിസ, റെഫ്യൂജി വിസ, ഇല്ലെങ്കിൽ പിന്നെ മറ്റൊരു കേസും കൂടി പറയട്ടെ, കഴിഞ്ഞ റീലിലോ കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഈ പ്രൊട്ടക്ഷൻ വിസ നമ്മൾ ഈ പറഞ്ഞ അഭയാർത്ഥി വിസകളിനെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ, അതായത് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ആൾക്കാർ എല്ലാവരും ഓസ്ട്രേലിയയിലെ ഈ ഒരു നിയമത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 36 മാസമാണ്. സോ 36 മാസം നിങ്ങൾക്ക് ബ്രിഡ്ജിംഗ് വിസയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും, അവിടെ നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ഗവൺമെന്റ് ഒരു പ്ലാൻ ചെയ്യുന്നു. ഈ റീസെന്റ് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിസ സ്കീമിനെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നു. അതായത് 36 മാസം വെയിറ്റിംഗ് ടൈം അത് വെട്ടിക്കുറയ്ക്കാനായിട്ട് പോകുന്നു. അതിനെ വെട്ടിക്കുറച്ച് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇതിന്റെ ഒരു റിസൾട്ട് വരുന്ന രീതിക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ഈ ഒരു ന്യൂസ് ഒക്കെ പറയുവാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബ്രിഡ്ജിംഗ് വിസയ്ക്കകത്ത് ഗവൺമെന്റ് വെബ്സൈറ്റിൽ തന്നെ ലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ കാറ്റഗറി വിസകൾ കാണാൻ പറ്റും. ബ്രിഡ്ജിംഗ് വിസ കാറ്റഗറീസ് ABC എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ തന്നെ. അപ്പോൾ ഇതിനകത്ത് കുറേ കാറ്റഗറി ഉണ്ട്. ഇതിൽ ബ്രിഡ്ജിംഗ് വിസ എ എന്നുള്ളൊരു കാറ്റഗറി ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഈ ബ്രിഡ്ജിംഗ് വിസ എ എന്നൊരു കാറ്റഗറിനകത്ത് എന്താ പറയുക, നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അപ്ലിക്കേഷൻ സക്സസ് ആവില്ല. അതായത് ഞാൻ പറഞ്ഞില്ല, പ്രൊട്ടക്ഷൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം പിടിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. എന്നാൽ ചില കാറ്റഗറിക്കകത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ചില കാറ്റഗറിക്കകത്ത് അത് വർക്ക് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫുള്ളായിട്ടുള്ള മറ്റേ എന്താ പറയുക റൈറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചില രീതിയിൽ ബ്രിഡ്ജിംഗ് വിസ ബി എന്നൊരു കാറ്റഗറി ഉണ്ട്. അതായത് വിസ ബി കാറ്റഗറി O20. ഈ ഒരു കാറ്റഗറിക്കകത്ത് ചില ഇവിടെ എന്താ പറയുക ഗൂഗിളിൽ തന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ റീ എൻട്രി എക്സിറ്റ് പെർമിറ്റ് ചെയ്യാറുണ്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാനുള്ളത്. എന്നാൽ ഇതിനകത്ത് ചിലവിടെ പറയുന്നുണ്ട് ഇത് പെർമിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷേ ഈ ഒരു കാറ്റഗറിക്കകത്ത് നിങ്ങൾക്ക് അവിടെ താമസിക്കാനും പഠിക്കാനും വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷെ
ബി ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന അനുസരിച്ചിട്ട് റീ എൻട്രി നോട്ട് പെർമിറ്റഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചിലവിടെ അത് പറഞ്ഞിട്ടുണ്ട് പെർമിറ്റ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ. അതേപോലെ തന്നെ വേറൊരു കാറ്റഗറി ആണ് നമ്മുടെ സബ് ക്ലാസ് ഓസ്ട്രേലിയൻ ബ്രിഡ്ജിങ് വിസ ഈ കാറ്റഗറി, അതായത് 050-051, അതായത് പ്രൊട്ടക്ഷൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാറ്റഗറിയാണ്. ഇതിനകത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കേട്ടോ. കുറച്ച് കാറ്റഗറീസിലൂടെ നമ്മൾ എന്താ പറയുക, നേരെ മാർഗമല്ല. ഇത് ഒരു ആപ്ലിക്കേഷൻ ഇടും, ആപ്ലിക്കേഷൻ പൊട്ടും, എന്തായാലും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. നമുക്ക് കണക്കുകൾ നോക്കാം, ഇനി കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. പിന്നെയും പൊട്ടും, വേറെ ആപ്ലിക്കേഷൻ ഇടും, ഇനി അല്ലെങ്കിൽ റിവ്യൂവിന് കൊടുക്കും, ജുഡീഷ്യൽ റിവ്യൂവിന് കൊടുക്കും. അങ്ങനെയുള്ള പല പരിപാടികളാണ് ഇവിടെ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഇവർക്ക് ചിലവർക്ക് പ്രൊട്ടക്ഷൻ, ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. നമുക്ക് ഇനി ആ കണക്കുകളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ബ്രിഡ്ജിങ് വിസ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ചില കാറ്റഗറിക്കകത്ത് നിങ്ങൾക്ക് വർക്ക് റൈറ്റ്സ് കാര്യങ്ങൾ കിട്ടും, ചില കാറ്റഗറിക്കകത്ത് കിട്ടില്ല. അത് ബി കാറ്റഗറിക്കകത്ത് കിട്ടുന്നുണ്ട്, മറ്റ് കാറ്റഗറിക്കകത്തും കിട്ടും. പക്ഷേ ചില കാറ്റഗറിക്കകത്ത് നിങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റും. ഇതിൽ എല്ലാത്തിലും നാട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ ചിലവിടെ ഗൂഗിളിൽ കാറ്റഗറി ബിക്കകത്ത് നാട്ടിൽ പോയി വരാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇത് നേരെ മാർഗമല്ല, ഉടായ്പ് വിസകളാണ്. നിങ്ങൾ അവിടെ പോയി ചാടുന്ന ഒരു വിസകളാണ്. ചാടിയിട്ട് നമ്മുടെ നാട്ടിനെ കുറ്റം പറഞ്ഞ് ഒരു ആപ്ലിക്കേഷൻ ഇടുന്നതാണ്. ചാൻസ് എത്രത്തോളം ഉണ്ട് ഇനി കിട്ടാനുള്ളത് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സബ് ക്ലാസ് 8C6 പ്രൊട്ടക്ഷൻ വിസ. അതായത് മുന്നേ ഇനി വീണ്ടും ആവർത്തിക്കുന്നില്ല എന്താണ് പ്രൊട്ടക്ഷൻ വിസയും ബ്രിഡ്ജിങ് വിസയും, കാരണം ഓൾറെഡി എടുത്ത് പറയുന്നുണ്ട്. സോ പ്രൊട്ടക്ഷൻ വിസ അപ്ലൈ ചെയ്തിരിക്കുന്നത് 2015, 16, 17, 18, 19 ഈ 19 വർഷങ്ങളിൽ ഇന്ത്യക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ള വിസകളാണ്. ഇതിനകത്ത് ഫീമെയിൽ എത്ര അപ്ലൈ ചെയ്തിട്ടുണ്ട്, മെയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എത്ര പേരുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി അതിനകത്ത് താഴത്ത് നിന്ന് ഹൗ മെനി മെയിൽസ് ആൻഡ് ഫീമെയിൽ മെമ്പേഴ്സ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഗ്രാൻഡഡ് പൊളിറ്റിക്കൽ അസൈലം ഇൻ ഓസ്ട്രേലിയ എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് ഇതാണ് കണക്കുകൾ. മുകളിൽ നോക്കുക കണക്ക് എത്രയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. ഓക്കെ, നീ ഹൗ മെനി മെയിൽ ആൻഡ് ഫീമെയിൽ മെമ്പേഴ്സ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഡിനൈഡ് ഫോർ പൊളിറ്റിക്കൽ അസൈലം ഇൻ ഓസ്ട്രേലിയ എന്ന് നോക്കാം. ഈ കണക്കുകളാണ്, ഇത്രയും കാര്യങ്ങൾ ഡിനൈ ചെയ്തിട്ടുണ്ട്. ആ കിട്ടിയിരിക്കുന്നത് 35, അതായത് 15 കിട്ടിയിരിക്കുന്നത് 35, ഫീമെയിൽ 35, മെയിലിന് 19 എന്നുള്ള ഇതിലാണ് കിട്ടിയിരിക്കുന്നത്. സോ കണക്കുകൾ വ്യക്തമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന എല്ലാവർക്കും തന്നെ അവിടെ ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ വിസയോ ബ്രിഡ്ജിങ് വിസ കിട്ടും. കാരണം പ്രൊട്ടക്ഷൻ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി ബ്രിഡ്ജിങ് വിസ കിട്ടണമല്ലോ, ഒരു 36 മാസത്തേക്ക് കിട്ടും. അപ്പോൾ ഇതിനുള്ള ചാൻസ് വളരെ കുറവാണ്. അവിടെ നിൽക്കാനുള്ള ചാൻസ്, പ്രൊട്ടക്ഷൻ വിസ കിട്ടി നിൽക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി റെഫ്യൂജി കൗൺസിൽ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഓസ്ട്രേലിയ, UK, കാനഡ, ഇവിടെ ഏത് രാജ്യത്ത് നിങ്ങൾ പോവുകയാണെങ്കിലും നിങ്ങൾ അവിടെ എൻട്രി തൊട്ട് നിങ്ങൾ അവിടെ എക്സിറ്റ് ആവുന്ന വരെയുള്ള നിങ്ങൾ അവിടെ എന്തൊക്കെ ചെയ്യുന്ന കണക്കുകളും കാര്യങ്ങളും ഗവൺമെൻറ് കീപ്പ് ചെയ്യും. അപ്പോൾ ഈ ഏജൻസികൾ പറയുന്ന തള്ളുകളോ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന തള്ളുകളോ ഇതൊന്നും കേൾക്കണ്ട. ഇതിനെല്ലാത്തിനും കണക്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഓസ്ട്രേലിയയിൽ വിസിറ്റിംഗ് വിസയിൽ ചെന്ന് വർക്ക് വിസ എന്നുള്ള കാര്യം എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോപ്പ് 10 പെർമനന്റ് പ്രൊട്ടക്ഷൻ വിസ ലോഡ്മെന്റ് ബൈ ദ കൺട്രി ഓഫ് സിറ്റിസൺസ് എന്നുള്ള രീതി കൊടുത്തിട്ടുണ്ട്. കണക്കുകളെല്ലാം നിങ്ങളുടെ മുന്നിൽ തന്നെയാണ്. ഇതിൽ 2023 വരെയുള്ള കണക്കുകളുണ്ട്. 2023 കണക്കുകൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഇന്ത്യക്കാർ എന്നുള്ളത് വളരെ കൂടുതലാണ്. 2333 ഇന്ത്യക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു കണക്ക് പ്രകാരം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യക്കാർ ഇപ്പോൾ തകൃതിയായിട്ട് പ്രൊട്ടക്ഷൻ വിസ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ നമ്പർ ഓഫ് ഓൺ ഷോർ പ്രൊട്ടക്ഷൻ ലോഡ്ജ്മെന്റ് ബൈ ദ കൺട്രീസ് എന്നുള്ള രീതി കൊടുക്കുന്നുണ്ട്. ഇന്ത്യ 7599 പ്രൊട്ടക്ഷൻ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് 2019 കണക്കാണ് കേട്ടോ ഇത്. ഓക്കെ, അല്ല 2019 തൊട്ട് മാർച്ച് 2024 വരെയുള്ള കണക്ക്. അപ്പോൾ ഇത്രയധികം എന്താ പറയുക, പ്രൊട്ടക്ഷൻ വിസയ്ക്ക് വേണ്ടി ഇന്ത്യക്കാർ ഏകദേശം 10,000-ഓളം ഇന്ത്യക്കാർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കണക്കും കൂടി പുറത്തു വരുന്നുണ്ട്. ഹൊറിബിളാണ്, പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, കിട്ടിയവരുടെ കണക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, പ്രൊട്ടക്ഷൻ എന്താലേ കാര്യങ്ങൾ ഏതൊക്കെ വഴിയിലാണ് പോകുന്നത്. പിന്നെ ഇത് കണ്ടോ, ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇതെല്ലാം മൈഗ്രേഷൻ ട്രെൻഡ് അടക്കം കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ രാജ്യത്തിലേക്ക് വിസകൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഈ പറഞ്ഞ വിസകൾ കിട്ടിയിരിക്കുന്നത് വളരെ വളരെ കുറവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഉണ്ടാവും പ്രൊട്ടക്ഷൻ വിസ കിട്ടിയില്ലെങ്കിൽ എന്താ, ബ്രിഡ്ജിങ് വിസ ഉണ്ടല്ലോ. പ്രൊട്ടക്ഷൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 36 മാസം കിട്ടുമല്ലോ. സോ അത് ഒന്നാമത് കാര്യം മനസ്സിലാക്കേണ്ടത്, അത് വെട്ടിക്കുറയ്ക്കാൻ പോവുകയാണ്. മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ബ്രിഡ്ജിങ് വിസ വൺസ് റിഫ്യൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ജുഡീഷ്യൽ റിവ്യൂക്ക് കൊടുക്കാൻ പറ്റും. ആ
ആ ജുഡീഷ്യൽ റിവ്യൂ അത് എനിക്കൊന്ന് എത്ര മാസത്തേക്കാണ് കിട്ടുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ആ ജുഡീഷ്യൽ റിവ്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടിയാൽ അത് റിഫ്യൂസ് ആവാനാണ്. ഞാൻ പറഞ്ഞത് കണക്കുകൾ അനുസരിച്ചിട്ട് ഈ പറഞ്ഞ 15, 20, 30 പേരൊക്കെയാണ് അത് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വളരെ കൂടുതലും വർധനവും. ഇനി പറയാൻ പറ്റില്ല, ഈ പറഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ കയറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏജൻസിക്ക് കൊടുക്കുന്ന പൈസ അത് പോയി. പിന്നെ നിങ്ങൾ അവിടെ പോയിട്ട് ഈ 36 മാസം എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഏജൻസികളെ തള്ളുപോലെ എത്ര ജോലി എന്നൊക്കെയുള്ള എനിക്ക് അറിഞ്ഞൂടാ എത്ര പോസിബിൾ ആണെന്നുള്ളത്. അവിടെയുള്ള ഓസ്ട്രേലിയക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെ പറയുന്നു, ഓസ്ട്രേലിയയിലുള്ള മലയാളികൾ തന്നെ പറയുന്നു അത് പോസിബിൾ അല്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇങ്ങനെ ഒരു ചെറിയ പോസിബിലിറ്റീസ് അവിടെ ഉള്ളത് വെച്ചാൽ ബ്രിഡ്ജിങ് വിസ അപ്ലൈ ചെയ്യാം. വൺസ് ബ്രിഡ്ജിങ് വിസ റിഫ്യൂസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പറഞ്ഞു വിടും നാട്ടിലോട്ട്. ഓക്കെ, തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ നാട്ടിനെതിരെ കേസും ഫയൽ ചെയ്ത് തിരിച്ച് നാട്ടിലോട്ട് വരേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും. പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഡാറ്റകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് കാണുന്നുണ്ട്. എടുക്കുക, കാണേണ്ടവർ കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ചാനൽ ചെറിയൊരു ചാനലാണ്, സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഫാക്ട് ചെക്കിന് ആവശ്യമുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക, നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കാണാം. ബൈ.